ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. എനിക്കിന്ന് കുറച്ച് ആവോലി വറ്റ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതിന്ന് ഞാനൊരു മുളക് ഇട്ട് വെക്കാൻ പോവുകയാണ്. അതൊരു പ്രത്യേക റെസിപ്പിയാണ് അതിനെടുക്കുന്നത്. നമ്മൾ കുറച്ച് ഉള്ളി അരിഞ്ഞെടുത്തിട്ടുണ്ട് ചെറുതായിട്ട്, പച്ചമുളക്, വെളുത്തുള്ളി, ഇഞ്ചി, പിന്നെ അണ്ടിപ്പരിപ്പ് എടുത്തിട്ടുണ്ട്, തേങ്ങ. എങ്ങനെയാണെന്ന് നമുക്കൊന്ന് നോക്കാം. കരിവേപ്പില ആവശ്യത്തിന് എടുത്തിട്ടുണ്ട്. നമുക്ക് ഇനിയിപ്പോൾ ഇത് തയ്യാറാക്കാം. നമുക്കിനി ഇതെല്ലാം ഒന്ന് നന്നായിട്ട് മൂപ്പിച്ചെടുക്കാം. നല്ല വൃത്തിയായിട്ടൊന്ന് മൂത്ത് കിട്ടണം. ഒരു ബ്രൗൺ കളറാകുമ്പോൾ നമുക്കിത് വാങ്ങി തണുത്തതിന് ശേഷം നന്നായിട്ട് പൊടിച്ചെടുക്കാം. സ്വല്പം ഉപ്പിടുന്നുണ്ട്, നമ്മൾ പെട്ടെന്ന് മൂത്ത് കിട്ടാൻ നല്ലതാണ്. നമ്മൾ വെളിച്ചെണ്ണ നന്നായിട്ട് ഒഴിക്കണം. ഇത് അടുക്കി പിടിക്കാതെ ചെറിയ തീയിൽ വേണം മൂപ്പിച്ചെടുക്കാൻ. പിന്നെ ഈ പൊടിവകളൊക്കെ ഇടാം. കുറച്ച് മല്ലിപ്പൊടിയാണ് ഇടുന്നത്, ഉലുവപ്പൊടി ഇടുന്നുണ്ട്, കുരുമുളക് പൊടി കുറച്ചിടാം. ഇനി വേണ്ടുന്ന മുളക് പൊടിയാണ്. മുളക് പൊടിയൊക്കെ അവരവരുടെ ഇഷ്ടത്തിന് എരിവ് കൂടുതൽ വേണ്ടുന്നവർ കൂടുതലിടുക. പൊതുവെ എരിവ് കുറവായതുകൊണ്ട് ഞാൻ കുറച്ചേ ഇടുന്നുള്ളൂ. നന്നായിട്ട് നമുക്കൊന്ന് ഇളക്കിയെടുക്കാം. പൊടിയുടെ പച്ചമണമൊക്കെ ഒന്ന് മാറുമ്പോഴത്തേനും നമുക്ക് തീ ഓഫ് ചെയ്യുക. തണുത്തതിന് ശേഷം നന്നായിട്ട് അരച്ചെടുക്കാം. കുറച്ച് കറിവേപ്പില നമ്മളിടുന്നുണ്ട്. എല്ലാം നല്ലപോലെ മൂത്ത് കിട്ടിയിട്ടുണ്ട്. നമുക്കിനി ഇതൊന്ന് തണുക്കാൻ വെച്ചിരിക്കാം. ആ സമയം കൊണ്ട് നമുക്ക് മീനെല്ലാം ആക്കിയെടുക്കാം. മീനിട്ടു. ഇനി നമ്മൾ വടക്കം പുളിയാണ് ഇടുന്നത്. സ്വല്പം കറിവേപ്പില ഇടുകയാണ്. ചേരുവയുടെ കൂടെ ഉപ്പിട്ടിട്ടുണ്ട്, എന്നാലും കുറച്ച് ഉപ്പിടുവാണ്. ഇനി അതൊന്ന് തിളക്കട്ടെ. നമ്മൾ ഇതെല്ലാം നല്ലപോലെ പേസ്റ്റായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. നമുക്കിന്ന് മീനിലേക്ക് ചേർക്കാം. ഇത് ചെറിയ തീയിൽ നമുക്ക് വറ്റിച്ചെടുക്കാം. എപ്പോഴും നമ്മൾ ചെറിയ തീയിൽ തന്നെ ഇട്ട് വേവിക്കണം, എന്ത് സാധനമായാലും. ഇപ്പം കരിവേപ്പില ഇടുകയാണ്. നമ്മൾ വെളിച്ചെണ്ണ ഇനി അധികം ഒഴിക്കണ്ട, ഒരുപാട് വെളിച്ചെണ്ണ എടുത്തതാണ്. നമ്മുടെ കറിയെല്ലാം
നന്നായിട്ട് കുറുകിയിട്ടുണ്ട്. നമുക്കിതൊന്ന് ചുറ്റിക്കറക്കാം. ചുറ്റിക്കറക്കുമ്പോൾ കഷ്ണങ്ങളൊന്നും അടന്നു പോകാതെ ഇരിക്കും. അപ്പോൾ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. നല്ലൊരു ടേസ്റ്റാണ്. നെക്സ്റ്റ് ഒരു വെറൈറ്റി ആയിട്ട് അടുത്ത വീഡിയോ കാണാവുന്നതാണ്. എല്ലാവർക്കും ശുഭദിനം ആശംസിച്ചുകൊണ്ട് ബൈ ബൈ.